അടുത്ത പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ട് നമ്പേഴ്സിൻ്റെ GCD കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ GCD കണ്ടുപിടിക്കാൻ നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ അൽഗോരിതമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എയും ബിയും എന്ന് പറഞ്ഞ രണ്ട് നമ്പേഴ്സാണ് GCD കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ മോഡ് എടുക്കുക. എ മോഡ് ബി കണ്ടുപിടിച്ച് ഒരു വേരിയബിളിലേക്ക് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം, എയിനെ ബി ആയിട്ട് അസൈൻ ചെയ്യുക, ബിയിനെ ഈ റിമൈൻഡറായിട്ട് അസൈൻ ചെയ്യുക. ഇതേ പ്രോസസ്സ് നമ്മൾ എ മോഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുന്ന അത്രയും ടൈമിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആ റിപ്പീറ്റേഷൻ കഴിഞ്ഞ്, അതായത് എ മോഡ് ബി ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ബിയിലെ വാല്യൂ എന്താണോ അതായിരിക്കും നമ്മുടെ GCD എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് വെച്ച് നമുക്ക് വേണമെങ്കിൽ പ്രോഗ്രാം എഴുതാം. അതാണ് ആദ്യം ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എയും ബിയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എയിനെയും ബിയിനെയും നമ്മളിവിടെ റീഡ് ചെയ്യുകയാണ്. ഇൻപുട്ട് ഫംഗ്ഷൻ വെച്ച് റീഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതിനുശേഷം വൈൽ എ മോഡ് ബി ഗ്രേറ്റർ ദാൻ 0 നമ്മളിവിടെ ഒരു ലൂപ്പ് കൊടുത്തിരിക്കുകയാണ്. ലൂപ്പിനകത്ത് എ മോഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലൂപ്പിനുള്ളിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന അതേ സ്റ്റെപ്പുകൾ തന്നെയാണ്. ആറിനകത്തോട്ട് എ മോഡ് ബി എടുത്തു, എയിനെ ബി ആയിട്ട് അസൈൻ ചെയ്തു, ബിയിനെ ആറായിട്ട് അസൈൻ ചെയ്തു. സോ ദിസ് വിൽ ബി റിപ്പീറ്റഡ് അൺടിൽ എ മോഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് അവസാനം നമ്മൾ ബിയിൽ എന്താണോ വാല്യൂ അതിനെ GCD ആയിട്ട് പ്രിൻ്റ് ചെയ്യും. ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനകത്തുനിന്ന് സ്മോളർ നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് വേണ്ടി ഇതിപ്പോൾ ഒരു HCFൻ്റെ ഒരു ഫംഗ്ഷൻ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ആ ഫംഗ്ഷനിലേക്ക് നമ്മൾ എക്സിനെയും വൈനെയും പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് സ്മോളർ നമ്പർ കണ്ടുപിടിക്കുന്നു. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ സ്മോളർ നമ്പർ എന്ന് പറയുന്നത് വൈ ആയിരിക്കും, അതല്ലെങ്കിൽ എക്സ് ആയിരിക്കും. അപ്പോൾ സ്മോളറിനകത്ത് നമ്മൾ രണ്ട് നമ്പറിനകത്ത് സ്മോളർ നമ്പർ ഏതാണോ അത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സിനെയും വൈയിനെയും 1 മുതൽ ആ സ്മോളർ നമ്പർ പ്ലസ് 1 വരെയുള്ള സ്മോളർ നമ്പർ വരെയുള്ള നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ മോഡ് 0 കിട്ടുന്ന കോമൺ നമ്പർ ഏതാണോ വരുന്നത് അതാണ് നമ്മൾ HCF ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ത് ചെയ്യുന്നു, റേഞ്ച് ഫംഗ്ഷനകത്ത് നമ്മൾ 1 മുതൽ സ്മോളർ പ്ലസ് 1 വരെ എടുത്തിരിക്കുന്നു. അതായത് 1 മുതൽ സ്മോളർ നമ്പർ വരെയുള്ള ആ വാല്യൂ വരെ പോകാൻ വേണ്ടിയിട്ടാണ് റേഞ്ചിൽ 1, സ്മോളർ പ്ലസ് 1 കൊടുത്തിരിക്കുന്നത്. അത് ഓരോരോ നമ്പറായിട്ട് ഐയിലേക്ക് എടുക്കുന്നു. അപ്പോൾ ആദ്യം 1 എടുക്കും. അപ്പോൾ എക്സിനെയും വൈനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. റിമൈൻഡർ 0 ആണോ നോക്കും. റിമൈൻഡർ 0 ആണെങ്കിൽ HCF I ആയിട്ട് മാറും. എഗെയിൻ ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഐയുടെ വാല്യൂ 2 ആവും. എക്സിനെയും വൈനെയും മോഡ് 2, അതായത് മോഡ് 2 എടുക്കുമ്പോഴത്തേന് 0 ആണോ നോക്കും. അതായത് രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ HCFനെ 2 ആയിട്ട് അസൈൻ ചെയ്യും. ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്മോളർ നമ്പർ എത്തുന്നത് വരെ ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അവസാനം HCFനകത്ത് കിട്ടുന്ന ആ ഐയുടെ വാല്യൂ ആയിരിക്കും നമ്മുടെ HCF എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം ഇതൊരു ഫംഗ്ഷനായിട്ട് എഴുതിയതിന് ശേഷം മെയിനകത്ത് നമ്മൾ എയിനെയും ബിയിനെയും ഇവിടെ റീഡ് ചെയ്യുന്നുണ്ട്. ഇൻപുട്ട് വെച്ചിട്ട് റീഡ് ചെയ്തതിന് ശേഷം പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് ഈ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്തിരിക്കുകയാണ്, എയിനെയും ബിയിനെയും പാസ് ചെയ്ത് കൊടുത്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ മെത്തേഡ് റിക്കർഷൻ യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്കർഷൻ നമുക്കറിയാം, ഒരേ ഫംഗ്ഷൻ അതിനെ തന്നെ വീണ്ടും കോൾ ചെയ്യുന്നതിനാണ് റിക്കർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വൈയുടെ വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ എക്സിനെ റിട്ടേൺ ചെയ്യും. അതല്ല എങ്കിൽ ഈ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യും ബൈ ഗിവിങ് y, x ഇൻറ്റു വൈ ആസ് എക്സ് മോഡ് വൈ. എക്സ് ഇൻറ്റു വൈ അല്ല, എക്സ് മോഡ് വൈനെ നമ്മൾ പാസ് ചെയ്തുകൊണ്ട് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, രണ്ട് നമ്പേഴ്സിൻ്റെ GCD നമുക്ക് പ്രിൻ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് HCF കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഒരു ലിസ്റ്റിനകത്ത് മെട്രിക്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിനുള്ള പ്രോഗ്രാം എഴുതാൻ. അപ്പോൾ നമ്മളിവിടെ ഒരു മെട്രിക്സിനെ
എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിരിക്കുകയാണ്. അത് ലിസ്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും ലിസ്റ്റ് ഓഫ് ലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ലിസ്റ്റിനകത്ത് തന്നെ 3 ലിസ്റ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 1, 2 എന്ന് പറയുന്ന ഒരു ലിസ്റ്റ്, 3, 4 എന്ന് പറയുന്ന വേറൊരു ലിസ്റ്റ്, 5, 6 എന്ന് പറയുന്നത് വേറൊരു ലിസ്റ്റ്. അപ്പോൾ ഓരോ ലിസ്റ്റും അതിൻ്റെ ഓരോ റോ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ. അപ്പം ഇനി റിസൾട്ടിങ്, നമുക്ക് ട്രാൻസ്പോസ് കിട്ടേണ്ട ഒരു ലിസ്റ്റും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതാണ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പം 3 റോയും 2 കോളവും ഉള്ള മെട്രിക്സാണ് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോഴത്തേനും 3 കോളവും 2 റോയും ഉള്ള മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഡയമെൻഷനിലാണ് നമ്മളിവിടെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലെങ്ത്ത്, എക്സിൻ്റെ ലെങ്ത്ത് ആകുന്നത് വരെ അതിനെ റേഞ്ച് ഫംഗ്ഷനിൽ നമ്മൾ ഫോർ ലൂപ്പിലിടുകയാണ്. ഐനെ ആ റേഞ്ച് ഫംഗ്ഷനിലിട്ടു. അതുപോലെ ജെയിനെ ലെങ്ത്ത് ഓഫ് എക്സ് ഓഫ് 0, ഒരു ഒരു റോയിലുള്ള ലെങ്ത്ത്, എത്ര എലമെൻറ്റ്സ് ഒരു റോയിലുണ്ട് എന്നുള്ള ആ ലെങ്താണ് ജെയിലെടുത്തേക്കുന്നത്. എന്നിട്ട് റിസൾട്ട് ഓഫ് ജെ ഐ എന്ന് പറയുന്നത് എക്സ് ഓഫ് ഐ ജെ ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. സോ അപ്പം ഇത് മുഴുവനും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് എന്ത് കിട്ടും? ട്രാൻസ്പോസ് ഈ റിസൾട്ടിനകത്ത് കിട്ടും. ഇനി ആ റിസൾട്ടിന് നമ്മൾ പ്രിൻറ്റ് ചെയ്യണം. പ്രിൻറ്റ് ചെയ്യാനായിട്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ റിസൾട്ട് ഓരോരോ എലമെൻ്റായിട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നു. ഇനി അടുത്ത പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു റീഡ് നമ്പേഴ്സ് സ്റ്റോർഡ് ഇൻ എ ഫയൽ ആൻഡ് സെപ്പറേറ്റ് ദി ഈവൻ ആൻഡ് ഓഡ് നമ്പേഴ്സ് ടു 2 ഫയൽസ് നെയിംഡ് even.txt ആൻഡ് odd.txt ആൻഡ് ഡിസ്പ്ലേ ബോത്ത് ഫയൽസ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു ഫയലുണ്ട്. ആ ഫയലിനകത്ത് കുറേ നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിനെ നമ്മൾ ആ ഫയൽ ഓപ്പൺ ചെയ്ത് റീഡ് ചെയ്യണം. റീഡ് ചെയ്തിട്ട് ആ നമ്പേഴ്സിനെ എല്ലാം തന്നെ ഓഡ് നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് 2 ഫയൽസിലേക്ക് മാറ്റണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? F1 എന്ന് പറയുന്ന ഫയൽ പോയിൻ്ററിലേക്ക് നമ്മൾ numbers.txt എന്ന് പറയുന്ന നമ്മുടെ ഇൻപുട്ട് ഫയലിനെ റീഡ് ചെയ്തു. അത് റീഡ് മോഡിൽ ഓപ്പൺ ആക്കിയതിന് ശേഷം F2ലേക്ക് even.txt റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്തു. F3യിൽ odd.txt റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്തു. അതായത് നമുക്ക് ഓഡ് നമ്പേഴ്സ് റൈറ്റ് ചെയ്യാൻ ഒരു ഫയൽ വേണം, ഈവൻ നമ്പേഴ്സ് റൈറ്റ് ചെയ്യാൻ വേറൊരു ഫയൽ വേണം. അപ്പോൾ അതിനുവേണ്ടി 2 ഫയൽസ് നമ്മൾ ഓപ്പൺ ആക്കി. ഇനി ഫസ്റ്റ് ഫയലിൽ നിന്ന്, അതായത് നമ്മുടെ നമ്പേഴ്സ് ഫയലിനകത്തുനിന്ന് നമ്മൾ റീഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് റീഡ് ചെയ്യാനായിട്ട് ഫോർ ലൈൻ ഇൻ F1 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ F1 എന്ന് പറയുന്നത് numbers.txt എന്ന് പറയുന്ന ആ ഫയൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന പോയിൻ്ററാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഫോർ ഈച്ച് ലൈൻ ഇൻ F1 എന്ന് പറയുമ്പോൾ അതിനകത്തുനിന്ന് ഓരോരോ ലൈൻ ബൈ ലൈനായിട്ട് റീഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ ആ ഓരോ ലൈനിനെ റീഡ് ചെയ്തതിന് ശേഷം സ്ട്രിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഏതെങ്കിലും ടൈപ്പ് ഓഫ് സ്പേസസ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. മാറ്റിയതിന് ശേഷം ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ആ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഇത് ഈവൻ ആണോ ഓഡാണോ എന്ന് നോക്കണം. അപ്പോൾ അത് നോക്കാൻ വേണ്ടി ആ നമ്പറിൻ്റെ മോഡ് 2 = 0 ആണോ നോക്കി. 0 ആണ് എങ്കിൽ അതിനെ നമ്മൾ ഏതിലേക്ക് റൈറ്റ് ചെയ്യണം? ഈവൻ എന്ന് പറയുന്ന ആ ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം. അപ്പോൾ F2ലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി F2.write എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. അതിലേക്ക് ഈ നമ്പറിനെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ നമ്പറിനെ അതിലേക്ക് റൈറ്റ് ചെയ്യുന്നു. കൂടെ തന്നെ സ്ലാഷിനും കൂടി റൈറ്റ് ചെയ്യുന്നു അടുത്ത ഒരു ലൈനിലേക്ക്. ഇനി അടുത്ത നമ്പർ നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ അടുത്ത ലൈനിൽ പോകാൻ വേണ്ടിയിട്ടാണ് സ്ലാഷിനും കൂടി നമ്മൾ റൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അത് ഓഡാണെങ്കിൽ F3ക്കകത്തോട്ട് ആ സെയിം പ്രോസസ്സ് ചെയ്യുന്നു, അതിനെ റൈറ്റ് ചെയ്യുന്നു. ഇനി ഈ 3 ഫയൽസിനെ നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷം odd.txt ഓപ്പൺ ആക്കി ആ ഓഡ് നമ്പേഴ്സ് എല്ലാം നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. പ്രിൻറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ Fനകത്താണ് ഞാൻ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓരോ ലൈൻസായിട്ട് റീഡ് ചെയ്തതിന് ശേഷം ആ ലൈനിനെ പ്രിൻറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഫയൽ ക്ലോസ് ചെയ്തിട്ട് even.txt ഓപ്പൺ ചെയ്തിട്ട് ആ even.txtനെ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നു.
അടുത്ത പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് എ ഡിക്ഷണറി വിത്ത് ഐറ്റംസ് ആൻഡ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഈച്ച് ഐറ്റം അവൈലബിൾ ഇൻ ദ സ്റ്റോക്ക്. റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു ഷോ ദ സ്റ്റോക്ക് അപ്ഡേഷൻ ആസ് ആൻഡ് വെൻ ദ യൂണിറ്റ്സ് ഓഫ് ദി എക്സിസ്റ്റിംഗ് ഐറ്റംസ് ആർ ആഡഡ് ഓർ ഡിലീറ്റഡ്. അതായത് നമ്മൾ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യണം. ആ ഡിക്ഷണറിക്കകത്തെന്ന് പറയുന്നത് ഐറ്റംസ് ഉണ്ടായിരിക്കും. ആ ഐറ്റംസ് അതിൻ്റെ നമ്പർ ഓഫ് യൂണിറ്റ്സും ആണ് ആ ഡിക്ഷണറിക്കകത്ത് വരേണ്ടത്. നമുക്ക് ഡിക്ഷണറി എന്ന് പറയുമ്പോൾ ഒരു കീയും അതിൻ്റെ ഒരു വാല്യൂവും വരുന്നതാണ് നമ്മൾ ഡിക്ഷണറി എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ലിസ്റ്റ് പോലെ തന്നെയുള്ള ഒരു ഡേറ്റ സ്ട്രക്ചറാണ്. ഓക്കെ, സോ അപ്പോൾ റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു ഷോ ദ സ്റ്റോക്ക് അപ്ഡേഷൻ. നമ്മൾ അതിനകത്തു നിന്ന് ആ യൂണിറ്റ്സിനെ പുതുതായിട്ട് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറ്റണം. അതിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു ഡിക്ഷണറി ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഡി എന്ന് പറയുന്ന ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബ്രേസസിനകത്താണ് നമ്മുടെ അതിനകത്തുള്ള വാല്യൂസ് എല്ലാം തന്നെ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ കീ എന്ന് പറയുന്നത് ഡബിൾ കോട്ട്സിനകത്ത് കൊടുക്കണം. ദെൻ ഒരു കോളൻ കൊടുത്തതിന് ശേഷം അതിൻ്റെ വാല്യൂ എന്താണോ അത് അതിന് ശേഷം കൊടുക്കണം. ഇങ്ങനെ എത്ര ഐറ്റംസ് വേണമെങ്കിലും നമുക്കിതിലേക്ക്, അല്ലെങ്കിൽ എത്ര എലമെൻറ്റ്സ് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓരോ എലമെൻറ്റ് എന്ന് പറയുന്നതും കീ വാല്യൂ പെയർ ആയിരിക്കും. ഒരു കീയും അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ രീതിയിലായിരിക്കണം നമ്മൾ ഡിക്ഷണറി എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ 3 ഐറ്റംസാണ് കൊടുത്തിരിക്കുന്നത്. ഐറ്റം 1, ഐറ്റം 2, ഐറ്റം 3. ഐറ്റം 1ൻ്റെ 20 യൂണിറ്റ്സ് ഉള്ളതായിട്ട് കാണിച്ചിരിക്കുന്നു. ഐറ്റം 2ന് 30 യൂണിറ്റ്സ് ഉണ്ട്. ഐറ്റം 3ക്ക് 5 യൂണിറ്റ്സ് ഉണ്ട്. ഈ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒരു ചോയ്സ് ഇവിടെ റീഡ് ചെയ്യുവാണ്. 1 ആണെങ്കിൽ ആഡ് ചെയ്യാനും 2 ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുമായിട്ടുള്ള ഒരു ചോയ്സ് റീഡ് ചെയ്തു. ചോയ്സ് 1 ആണെങ്കിൽ നമുക്ക് അഡീഷനാണ് ചെയ്യേണ്ടത്. അപ്പം ഏത് ഐറ്റമാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആ ഐറ്റം റീഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ അതിൻ്റെ നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്ര ആഡ് ചെയ്യണോ അതും കൂടി റീഡ് ചെയ്യണം. അതാണ് ഇവിടെ ഐറ്റവും യൂണിറ്റ്സും റീഡ് ചെയ്തിരിക്കുന്നത്. ഇനി ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ കറസ്പോണ്ടിങ് ഐറ്റത്തിൻ്റെ യൂണിറ്റ്സിൻ്റെ കൂടെ നമ്മൾ ഇപ്പോൾ കിട്ടിയ ആ യൂണിറ്റ്സും കൂടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഐറ്റം, നമ്മുടെ കയ്യിൽ ഐറ്റം എന്ന് പറയുന്ന ആ വാല്യൂ ഉണ്ട്. അപ്പോൾ ഡി ഓഫ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ എൻട്രിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ എൻട്രിയുടെ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട്, ആ വാല്യൂ കിട്ടാനായിട്ട് d.get of item എന്ന് പറഞ്ഞ് ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടും. ആ വാല്യൂവിൻ്റെ കൂടെ നമ്മളിപ്പോൾ റീഡ് ചെയ്ത് യൂണിറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ട് ഡി ഓഫ് ഐറ്റത്തിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഐറ്റത്തിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ആയിട്ട് അത് സ്റ്റോർ ആവും. ഓക്കെ, ഇനി അതിനുശേഷം ചോയ്സ് 2 ആണെങ്കിൽ ഇതേ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ സബ്ട്രാക്ഷനാണ് ഇവിടെ ചെയ്യേണ്ടി വരുന്നത്. ഡി ഓഫ് ഐറ്റം ഈക്വൽ ടു ഡി ഡോട്ട് ഗെറ്റ് ഐറ്റം മൈനസ് യൂണിറ്റ്സ്. അതല്ലെങ്കിൽ വേറെ ചോയ്സ് റോങ് ആണെന്നോ അങ്ങനെ എന്തെങ്കിലും ചുമ്മാ ഒന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. ദെൻ അതിന് ശേഷം നമുക്ക് ഈ ഡിക്ഷണറി കംപ്ലീറ്റ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് ലിസ്റ്റ് ഓഫ് ഡി ഡോട്ട് ഐറ്റംസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഡിക്ഷണറി എലമെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫങ്ഷൻസൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഡിക്ഷണറി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ദെൻ അതിനകത്തുള്ള വാല്യൂസ് ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ വാല്യൂ നമുക്ക് കിട്ടാൻ വേണ്ടി d.get എന്ന് പറയുന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. d.get ഓഫ് ഐറ്റം എന്ന് പറഞ്ഞാൽ ആ ഐറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഡി ഓഫ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഐറ്റത്തിന് കറസ്പോണ്ടിങ് വാല്യൂവിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അതനുസരിച്ചായിരിക്കും നമ്മൾ പ്രോഗ്രാം എഴുതേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു ക്രിയേറ്റ് എ ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ്, സെപ്പറേറ്റ് പാലിൻഡ്രോംസ് ഇൻ ദ ലിസ്റ്റ് ടു അനദർ ലിസ്റ്റ് വിത്തൗട്ട് യൂസിങ് റിവേഴ്സ് ഫംഗ്ഷൻ. റിവേഴ്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സിനകത്തുനിന്ന് പാലിൻഡ്രോംസിനെ സെപ്പറേറ്റ് ചെയ്ത് വേറൊരു ലിസ്റ്റാക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ n റീഡ് ചെയ്യുന്നത്, അതായത് എത്ര നമ്പർ ഓഫ് സ്ട്രിങ്സ് ആണ് നമ്മൾ ആദ്യം റീഡ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമ്മൾ ഒരു str ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കാൻ പോവാണ്. എന്നിട്ട് അതുപോലെ തന്നെ ഒരു പാലിൻഡ്രോമിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൽ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റും കൂടി ക്രിയേറ്റ് ചെയ്തിട്ട്, അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ empty ലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. str ലിസ്റ്റും പാൽ ലിസ്റ്റ് എന്ന് പറഞ്ഞ് 2 ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്താൽ അത് ലിസ്റ്റാണ്, കേർലി ബ്രേസസിൽ കൊടുത്താൽ അത് ഡിക്ഷണറിയാണ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ
ഈ n നമ്പർ ഓഫ് സ്ട്രിങ്സിനെ റീഡ് ചെയ്യുവാണ്. അപ്പോൾ അതിന് വേണ്ടി ഫോർ ലൂപ്പ് കൊടുത്ത് ഫോർ ലൂപ്പിനകത്ത് ഓരോരോ സ്ട്രിങ് ആയിട്ട് റീഡ് ചെയ്യുന്നു. റീഡ് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ str ലിസ്റ്റ് നമ്മുടെ സ്ട്രിങ് ലിസ്റ്റിലേക്ക് അപ്പൻഡ് ചെയ്ത് അതിലേക്ക് കയറ്റുന്നു. സോ str ലിസ്റ്റ് ഡോട്ട് അപ്പൻഡ് ഓഫ് str എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലിസ്റ്റിലേക്ക് നമ്മൾ റീഡ് ചെയ്യുന്ന ഓരോരോ സ്ട്രിങ് ആയിട്ട് ആഡ് ആവും. ആഡ് ചെയ്തതിന് ശേഷം റിവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രിങ്ങിൻ്റെ റിവേഴ്സ് നമുക്ക് സ്ലൈസിങ് മെത്തേഡ് യൂസ് ചെയ്ത് എടുക്കാം. അതിനാണ് str ഓഫ് ::(-1). ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് -1 ആയിട്ട് എടുക്കും. അപ്പോൾ ലാസ്റ്റ് മുതൽ ഓരോന്നോരോന്ന് പുറകിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ::(-1) എന്നുള്ള അപ്പോൾ ശരിക്കും സ്റ്റെപ്പ് വാല്യൂ നെഗറ്റീവായിട്ടുള്ള സ്റ്റെപ്പ് വാല്യൂ ആണ് കൊടുത്ത് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് റിവേഴ്സ് സ്ട്രിങ് ആയിരിക്കും. str ഓഫ് : എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ സ്ട്രിങ് ആയിരിക്കും. അപ്പോൾ ആ ഒറിജിനൽ സ്ട്രിങ്ങും നമ്മുടെ റിവേഴ്സ് സ്ട്രിങ്ങും തമ്മിൽ ഈക്വൽ ആണോ എന്ന് നോക്കുന്നു. ഈക്വൽ ആണെങ്കിൽ അതിനെ പാലിൻഡ്രോം ലിസ്റ്റിലേക്ക് അപ്പൻഡ് ചെയ്യുന്നു. പിന്നെ അവസാനം str ലിസ്റ്റിനെയും പ്രിൻ്റ് ചെയ്തു, പാലിൻഡ്രോം ലിസ്റ്റിനെയും പ്രിൻ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ ആ പ്രോഗ്രാമിൽ വരുന്നത്. ഇനി അടുത്തത് ഡിഫൈൻ എ ക്ലാസ് ഇൻ പൈത്തൺ ടു സ്റ്റോർ ദ ഡീറ്റെയിൽസ് ഓഫ് എ ഷിപ്പ്. ഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ് നെയിം, സോഴ്സ്, ഡെസ്റ്റിനേഷൻ വിത്ത് ഫോളോയിങ് മെത്തേഡ്സ്. പിന്നെ രണ്ട് മെത്തേഡ്സ് വേണം, ഗെറ്റ് ഡീറ്റെയിൽസും പ്രിൻറ്റ് ഡീറ്റെയിൽസും. ഗെറ്റ് ഡീറ്റെയിൽസ് അകത്ത് വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കുക, പ്രിൻറ്റ് ഡീറ്റെയിൽസ് യൂസ് ചെയ്ത് വാല്യൂസിനെ പ്രിൻറ്റ് ചെയ്യുക. ദെൻ ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ദ ക്ലാസ് ആൻഡ് ഇൻവോക്ക് ദ മെത്തേഡ്സ്. ഓക്കെ, നമ്മൾ C++-ലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമുക്കിവിടെ പൈത്തണിനകത്ത് ക്ലാസ്സും ഒബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സാധാരണ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ക്ലാസ് എന്നുള്ള കീവേഡ് ഉണ്ട്, ദെൻ ക്ലാസ്സിൻ്റെ പേര്. അപ്പോൾ ക്ലാസ് ഷിപ്പ്, ഇവിടെ ഷിപ്പ് എന്ന് പറഞ്ഞ് ഒരു ഇതാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ക്ലാസ്സാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ക്ലാസ് ഷിപ്പ്. ഇനി അതിനകത്ത് ആട്രിബ്യൂട്ട്സ് നെയിം, സോഴ്സ്, ഡെസ്റ്റിനേഷൻ അതെല്ലാം നമ്മൾ empty സ്ട്രിങ് ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചു. ദെൻ അതിന് ശേഷം ഡെഫ് ഗെറ്റ് ഡീറ്റെയിൽസ് ഓഫ് സെൽഫ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഏത് ഒബ്ജക്റ്റാണോ ഇതിനെ കോൾ ചെയ്തിരിക്കുന്നത് ആ ഒബ്ജക്റ്റിനെ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൽഫ് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്ത് വിടുന്നത്. ഓക്കെ, ഇപ്പോൾ ഗെറ്റ് ഡീറ്റെയിൽസിനകത്ത് ഈ ഏത് ഒബ്ജക്റ്റാണോ ആ ഒബ്ജക്റ്റിൻ്റെ ഡോട്ട് നെയിം, അതിൻ്റെ നെയിം ആട്രിബ്യൂട്ടിലേക്ക് നമ്മൾ ഇൻപുട്ട് യൂസ് ചെയ്ത് റീഡ് ചെയ്യുന്നു, സോഴ്സ് റീഡ് ചെയ്യുന്നു, ഡെസ്റ്റിനേഷൻ റീഡ് ചെയ്യുന്നു. അതുപോലെ പ്രിൻറ്റ് ഡീറ്റെയിൽസിനകത്ത് ആ സെൽഫിൻ്റെ 3 ഡീറ്റെയിൽസിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ക്ലാസ് നെയിം പരാന്തസിസ് ഇങ്ങനെയാണ്. അതായത് നമ്മൾ കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ്. S ഈക്വൽ ടു ഷിപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എസ് എന്ന് പറയുന്ന ഷിപ്പ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് എസ് ക്രിയേറ്റ് ആവും. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം s.getDetails എന്ന് പറഞ്ഞ് നമ്മൾ കോൾ ചെയ്യുമ്പോൾ ആ എസ്സിനെയാണ് ഇവിടെ സെൽഫിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ആ സെൽഫ് ഡോട്ട് നെയിം എന്ന് പറയുമ്പോൾ s.nameനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ s.printDetails എന്ന് പറയുമ്പോഴത്തേനും സെൽഫിന് വരുന്നത് ഏതായിരിക്കും? എസ് ആയിരിക്കും. അപ്പോൾ s.name, s.source, s.destination ഇതെല്ലാം പ്രിൻറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസിനെല്ലാം റീഡ് ചെയ്യുന്നതും പ്രിൻറ്റ് ചെയ്യുന്നതും. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്നിട്ട് പ്രോഗ്രാം ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതനുസരിച്ച് വേണം നിങ്ങൾ എഴുതാനായിട്ട്. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, പൈത്തൺ പ്രോഗ്രാംസ് എഴുതുമ്പം ഇൻഡൻറ്റേഷൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻഡൻറ്റേഷൻ എവിടെയെങ്കിലും മാറിപ്പോയാൽ തന്നെ നമ്മുടെ പ്രോഗ്രാം മൊത്തത്തിൽ തെറ്റിപ്പോകുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി പ്രോപ്പറായിട്ടുള്ള ഇൻഡൻറ്റേഷൻ കൊടുത്ത് തന്നെ പ്രോഗ്രാംസ് എഴുതാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾ. ഓക്കെ, ഇത്രയാണ് ഇന്നിപ്പോൾ തൽക്കാലം ഉൾപ്പെടുത്തിയിരിക്കുന്നത്.